ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. കർക്കിടക മാസമൊക്കെ അല്ലേ, ഒരു പത്തിലക്കറി ആയാലോ. ഇല എടുക്കാൻ വേണ്ടി അമ്മ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കുമ്പളത്തിൻ്റെ ഇല നുള്ളി, പിന്നെ ചേനേൻ്റെ ഇല എടുക്കുകയാണ്, പിന്നെ പച്ചച്ചീര, പിന്നെ വലിയ ചേമ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത്. ഇത് കഞ്ഞിത്തൂവ, തൂവ എന്നൊക്കെ പറയും. നിങ്ങളവിടെയൊക്കെ എന്താ പറയണത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് പച്ചച്ചീര എടുത്തിട്ടുണ്ട്, പിന്നെ തൂവ, പിന്നെ മുളകിൻ്റെ ഇല, പിന്നെ മറ്റേ ചെറിയ ഇല, അത് നെയ്ക്കുനുപ്പ എന്നാണ് ഇവിടെ പറയുക. നിങ്ങളെന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കോവലിൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, പിന്നെ ചേനേൻ്റെ ഇല, പിന്നെ ഇത് ചീരയാണ്, ചിക്രു എന്നാണ് പറയുക, ചിക്രുമാണി എന്നൊക്കെ പറയും. പിന്നെ വലിയ ചേമ്പിൻ്റെ ഇല. ഇത്ര ഇലകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അതിലേക്ക് ചീരമുളകും കൂടി കാന്താരി മുളകും കൂടി പറിച്ചെടുക്കാം. അങ്ങനെ കഞ്ഞിവെള്ളം വെച്ച് അതിലേക്ക് കാന്താരി മുളക് ചതച്ചിട്ടിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഇലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇലയെല്ലാം വെന്തതിന് ശേഷം വെളിച്ചെണ്ണ തുളച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. അങ്ങനെ 10 ഇലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഇലകൾ വെച്ച് നമുക്ക് തോരനും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക് യു.